ഒരു കോൺട്രവേഴ്ഷ്യൽ ചോദ്യമാണ്. ഓക്കെ, Yes. ഇപ്പൊ ന്യൂട്രി ജിനോമിക്സ് എന്ന് പറയുമ്പോ ഓക്കെ, ഞാനൊരു എന്റെ ലൈഫ് നമ്മുടെ പല കോച്ചിങ്ങിന്റെ ഭാഗമായിട്ടും ഉണ്ടാകുന്ന ചില എക്സ്ട്രീം വ്യൂകൾ ഉണ്ട് ആളുകൾക്ക്. എക്സ്ട്രീം വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ ഫോർ എക്സാമ്പിള്, ചില ആളുകള് അലോപ്പതി ഡോക്ടർമാരെ കംപ്ലീറ്റ്ലി അവര് ബാഡ് ആണെന്ന് വിശ്വസിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഒരു ഗ്രൂപ്പ് അലോപ്പതി അല്ലാതെ ബാക്കിയുള്ളവരെല്ലാവരും ബാഡാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നമ്മുടെ ഡോക്ടർ ഷംസുദ്ദീന് ഫങ്ഷണൽ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടറെ അടുത്ത് ചില ക്ലയൻസിനെ വിടാൻ ഞാൻ പറയും. ബിക്കോസ് ദേ നീഡ് റിയലി സപ്പോർട്ട്, ന്യൂട്രീഷൻ, IV തെറാപ്പി, കീലേഷനൊക്കെ ആവശ്യമുണ്ട്. അപ്പൊ അവരോട് അത് പോകാൻ പറയുമ്പോൾ അവരിങ്ങോട്ട് ചോദിക്കും, ഈ ഡോക്ടർ എന്ത് ഡോക്ടറാണ്? അപ്പോ അതൊരു ഇംഗ്ലീഷ് ഡോക്ടറാണെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ പല ആളുകളും പോവില്ല. ഇനി അപ്പുറത്തൊരു കേസ് ഉണ്ട്, അതായത് ഇപ്പൊ ഡോക്ടർ നജീബ് ഒരു ഹോമിയോ ഡോക്ടറാണ്. അപ്പൊ ഞാൻ പറയാണ്, ഈ ഡോക്ടർ നജീബിന്റെ അടുത്ത് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇയാൾ ഹോമിയോ ആണ്, ഇത് സയൻസ് എന്നല്ല, ഇയാൾ വെറുതെ ഉടായ്പ സംഭവമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു വലിയ ചലഞ്ച് ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട്. ഐ റിയലി നീഡ് ടു സപ്പോർട്ട് മൈ ക്ലയൻസ്. കാരണം ഞാൻ ഡോക്ടർ അല്ല, എനിക്ക് ന്യൂട്രീഷൻ മാത്രമേ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ഇഫ് ദർ ഈസ് ട്രീറ്റ്മെന്റ് ഈസ് റിക്വയർഡ്, എനിക്ക് അതൊരു ഡോക്ടർ സപ്പോർട്ടിലെ കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോ അങ്ങനെ ഒരു സംഭവം വരുമ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് സാധാരണക്കാരന്റെ ഉള്ളില്. അപ്പോ ഈ MBBS പഠിക്കുന്ന ഡോക്ടർ ആണെങ്കിലും അതല്ലെങ്കിൽ ഒരു ഹോമിയോ ഡോക്ടർ ആണെങ്കിലും, എന്താണ് നിങ്ങൾ പഠിക്കണ സബ്ജക്ട് വ്യത്യാസമാണോ, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ പഠിക്കണ അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ബേസിക് ബയോകെമിസ്ട്രിയും ഫിസിയോളജിയും ഒക്കെ സെയിം ആണോ, അതോ നിങ്ങൾ അതൊന്നും പഠിക്കുന്നില്ലേ എന്നുള്ള ഒരു തോട്ട് ഷെയർ ചെയ്ത് നന്നായിരിക്കും വിചാരിക്കണം. താങ്ക് യു സോ മച്ച് ഫോർ ആസ്കിങ് ദാറ്റ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യമാണ്. യഥാർത്ഥത്തില് അലോപ്പതി അല്ലെങ്കിൽ MBBS അല്ലെങ്കിൽ ഹോമിയോപ്പതി, BHMS, BAMS, ഇതിന്റെ കരിക്കുലം 95% സെയിം ആണ്. ഒരു പേപ്പർ ഒഴിച്ച് ബാക്കി എല്ലാം കോമൺ ആണ്. ടെക്സ്റ്റ് ബുക്ക് സെയിം ആണ്. പഠിപ്പിക്കുന്ന സാറന്മാരും ചിലപ്പോൾ സെയിം ആയിരിക്കും. ഇവിടെ പഠിപ്പിക്കുന്ന സാറ് തന്നെയാണ് അവിടെയും പഠിപ്പിക്കുക. കോമൺ സാറന്മാര്, പലപ്പോഴും പോസ്റ്റിങ്ങും കോമൺ ആയിരിക്കും. ഇപ്പൊ ഗൈനക്കോളജി പോസ്റ്റിങ്ങിന് നമ്മൾ പലപ്പോഴും ബേച്ച് ഹോസ്പിറ്റലിൽ പോവും, അല്ലെങ്കിൽ വേറെ ഹോസ്പിറ്റലിൽ പോവും. അതൊരു ഹോമിയോ ഹോസ്പിറ്റലല്ല, അലോപ്പതി ഹോസ്പിറ്റലാണ്. ഡെന്റിസ്ട്രി അല്ലെങ്കിൽ വേറെ എന്താണ് സർജിക്കൽ പോസ്റ്റിംഗ്, അതിനൊക്കെ നമ്മൾ പോകുന്നത്. ഓരോ ഹോമിയോ ഡോക്ടർമാരും സർജൻസ് ആണ്. ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഇവിടുത്തെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ലൈസൻസിങ് അതോറിറ്റിയുടെ മുമ്പിൽ ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. അതായത് രണ്ടും എന്താ പറയാ, ബാച്ചുലർ ഓഫ് ഹോമിയോപ്പതിക് മെഡിസിൻ ആൻഡ് സർജറി, അല്ലെങ്കിൽ മറ്റേത് ബാച്ചുലർ ഓഫ് മെഡിസിൻ ആൻഡ് ബാച്ചുലർ ഓഫ് സർജറി. രണ്ടും ഈ പറയുന്ന സർജറിയുടെ ലെവലിലുള്ള ഒരു സിവിൽ സർജൻ കാറ്റഗറിയാണ്. ഈ രണ്ട് വിഭാഗത്തിനും എന്താണ് സർജറി ടെക്സ്റ്റ് ബുക്ക് സെയിം ആണ്. അത് ഫസ്റ്റ് ഇയറിലുള്ള പ്രീ ക്ലിനിക്കൽ ഇതുണ്ട്, ആദ്യത്തെ 1.5 വർഷമാണ് പ്രീ ക്ലിനിക്കൽ, 100% സെയിം ആണ്. അതിൽ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ചില ബുക്കുകൾ എക്സ്ട്രാ പഠിക്കുന്നു, അതുകൂടാതെ മറ്റു പുസ്തകങ്ങളൊക്കെ സെയിം ആണ്. പ്രാക്ടീസ് പിന്നെ ക്ലിനിക്കൽ സ്റ്റേജിലേക്ക് പോകുമ്പോൾ പിന്നെ എല്ലാ ടെക്സ്റ്റ് ബുക്കുകളും സെയിം ആണ്, ഫാർമക്കോളജി ഒഴിച്ച്. അവിടെ ഫാർമക്കോളജി പഠിക്കുമ്പോൾ നമ്മൾ മെറ്റീരിയ മെഡിക്ക പഠിക്കുന്നു. അപ്പോൾ ഫാർമക്കോളജി എന്ന ഒരു പേപ്പർ, അതായത് മരുന്നിനെ കുറിച്ചുള്ള അവരുടെ അല്ലെങ്കിൽ അലോപ്പതിയുടെ മരുന്ന് ഹോമിയോക്കാർ കൊടുക്കാത്തത് കൊണ്ട് ഫാർമക്കോളജി എന്ന സാധനം ഹോമിയോപ്പതിക് സിലബസിൽ ഇല്ല. മറിച്ച് അതിന് പകരം ഹോമിയോപ്പതിക് സിലബസിൽ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന ഹോമിയോപ്പതിക് ഫാർമക്കോളജി പുസ്തകങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. ഇത് മാറ്റി നിർത്തിയാൽ പോസ്റ്റിംഗ്, ടെക്സ്റ്റ് ബുക്കിന്റെ ഓതേഴ്സ്, നമ്പർ ഓഫ് അവേഴ്സ്, അതുപോലെ കഡാവർ എക്സ്പോഷർ. ഉദാഹരണത്തിന് നമുക്ക് ഹിസ്റ്റോളജി പഠിക്കുമ്പോൾ ഇത്ര സ്ലൈഡ് നമ്മളും പഠിക്കണം, അവരും പഠിക്കണം. അതുപോലെ നമ്മൾ ഇതിന്റെ എന്താ പറയാ, കഡാവർ സൈഡിൽ നമ്മൾക്ക് ഇതുണ്ട്, അതായത് ഡെഡ് ബോഡി, നമ്മൾ ഒരു മനുഷ്യന്റെ ശരിക്ക് ജീവിച്ച് നടന്നിരുന്ന ഒരു മനുഷ്യന്റെ ഡെഡ് ബോഡി ഫോർമാലിലിട്ടിട്ട് അതിനെ വെച്ചിട്ടാണ് നമ്മളൊക്കെ അനട്ടമി പഠിക്കുക. ഓരോ ആളും കൃത്യമായ കഡാവർ സൈഡിലുള്ള പഠനം പൂർത്തിയാക്കിയാലേ ഹോമിയോ ഡോക്ടറും ആവുള്ളൂ, BHMS-ലാണെങ്കിൽ. അപ്പൊ കഡാവർ നമ്മൾ തന്നെ ഡൈസെക്ട് ചെയ്ത്, നമ്മൾ തന്നെ എക്സ്പ്ലോർ ചെയ്ത്, നമ്മൾ തന്നെ ഓരോ ഞരമ്പിന്റെയും ആർട്ടറിയുടെയും പിറകിലൂടെ പോയി അന്വേഷിച്ച്, അത് തന്നെയാണ് അവരും പഠിക്കുന്നത്, നമ്മളും പഠിക്കുന്നത്. അതുപോലെ അനാട്ടമി, ഫിസിയോളജി, ഹിസ്റ്റോളജി, ബയോകെമിസ്ട്രി, പ്രാക്ടീസ് ഓഫ് മെഡിസിൻ തൊട്ട് പിന്നെ ഫോറൻസിക് മെഡിസിൻ ആൻഡ് ടോക്സിക്കോളജി, ഇങ്ങനെ എല്ലാ ടെക്സ്റ്റ് ബുക്കുകളും എല്ലാ സിസ്റ്റവും. ന്യൂറോളജി നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നത് തന്നെയാണ് അവിടെ പഠിപ്പിക്കുന്ന ആളും. ഫസൽ ഗഫൂർ സാറ്, അയാൾ അലോപ്പതി ഡോക്ടറായിരുന്നു, പക്ഷെ നമ്മളെ പഠിക്കുന്ന അദ്ദേഹമാണ്. മോഹനൻ സാറ് സൈക്കോളജി പഠിപ്പിക്കുന്നു.
അതുപോലെ ഹംസ സാറ്, പ്രാക്ടീസ് ഓഫ് മെഡിസിൻ, ഇവരൊക്കെ അലോപ്പതി ഡോക്ടർമാരാണ്. അപ്പൊ അത്തരം ആളുകൾ തന്നെയാണ്, അത്തരം പോസ്റ്റിങ്ങുകൾ തന്നെയാണ് വലിയൊരു ശതമാനം കോമൺ ആണ് പഠിക്കുന്നത്. പക്ഷെ ക്ലിനിക്കിലേക്ക് വരുമ്പോഴുള്ള അപ്രോച്ചിൽ വ്യത്യാസമുണ്ട്. നമ്മൾ കുറച്ചും കൂടി ഹോളിസ്റ്റിക് ആണ്, മറ്റവരുടെ പ്രോട്ടോകോൾ കുറച്ചും കൂടി പ്രിസിഷൻ ആണ്, കുറച്ചും കൂടി എന്താണ് പ്രോപ്പർ ആണ്. വളരെ അലോപ്പതിയുടെ ഒരു മെച്ചം എന്ന് പറഞ്ഞാൽ പ്രോട്ടോകോൾ ബേസ്ഡ് ആണ്. അതേസമയത്ത് അത് വളരെ ലിമിറ്റഡ് ആണ്, നാരോ ആണ്. നാരോ ആയതുകൊണ്ട് തന്നെ പല സാധനങ്ങളും മിസ്സാകും. അതാണ് വ്യത്യാസം. ഓക്കെ, താങ്ക് യു സോ മച്ച്. സോ മറ്റൊരു സംഭവം ഇതുമായി കണക്റ്റഡ് ആയിട്ട് ചോദിക്കുകയാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഫോളോ ചെയ്യുന്ന പല ഓതേഴ്സ്, ഞാൻ ട്രെയിനിങ് എടുത്ത പല ഡോക്ടർമാര്, US-ലും UK-ലൊക്കെ ഉള്ള ഡോക്ടർമാര്, ഇവരുടെ ഒന്നും അവരുടെ പുസ്തകത്തിന്റെ പേര്, അവരുടെ പേരിന്റെ കൂടെ ഒന്നും MBBS ഉണ്ടാവില്ല, MD മാത്രമേ ഉള്ളൂ. അതെന്താ MBBS ഡോക്ടർമാരൊന്നും പുസ്തകം എഴുതൂലേ, MBBS ഡോക്ടർമാരൊന്നും US-ൽ ഇല്ലേ എന്നുള്ളതാണ് എന്റെ മറ്റൊരു ചോദ്യം. അവിടുത്തെയും കരിക്കുലം ഭയങ്കര വ്യത്യാസമുണ്ട്. ഇവിടെയും ചില യൂറോപ്യൻ രാജ്യങ്ങളിലും MBBS ഉണ്ട്. എന്താണ് ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ MBBS ഉണ്ട്. അമേരിക്കയിലൊക്കെ പോയാൽ ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ അവിടെ MBBS MD നേരിട്ട്, അതായത് 10+2+4+4 അങ്ങനെയാണ് അവരുടെ കോഴ്സ്. ഇവിടെ 5-6 കൊല്ലം പഠിക്കുന്നതിന് പകരം 8 കൊല്ലം പഠിക്കണം. അല്ലാതെ ഒരാൾക്ക് ഒരു MBBS എന്നുള്ള രീതിയിലുള്ള ഒരു കരിക്കുലം അവിടെ ഇല്ല. അപ്പം അവിടെ കോഴ്സ് സ്ട്രക്ചറും നിങ്ങൾ വ്യത്യാസമുണ്ട്. പക്ഷെ ഇവിടെയുള്ള MBBS കഴിഞ്ഞ് പോയാലും അയാൾ അവിടെ എക്സ്ട്രാ ചില വർഷങ്ങൾ പഠിച്ചാലേ അയാൾക്ക് അവിടെ ക്ലിനിക്കൽ ഇത് കിട്ടുള്ളൂ. കാരണം നമ്മുടെ കുറച്ചും കൂടി അവിടെ മിനിമം ഇത്ര പഠിച്ചാലേ ഒരാൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അത് അപ്രോക്സിമേറ്റ്ലി 8 വർഷം പഠിക്കുമ്പോഴാണ് ആക്ച്വലി ഡോക്ടർമാരാവുന്നത് മിനിമം. അപ്പൊ നമ്മുടെ നാട്ടിലെ MBBS ഡോക്ടർമാര് അവര് പറയുന്നത് റോങ് ആണ്. അതായത് ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്, 9 വർഷം പഠിച്ച 8 വർഷം പഠിച്ച ഒരാൾ പറയുന്നത് റോങ് ആണെങ്കിൽ ഹൗ ക്യാൻ ഐ ബിലീവ് 4-5 ഇയേഴ്സ് പഠിച്ച നിങ്ങളെ എങ്ങനെ വിശ്വസിക്കുന്നു ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്. മറ്റൊന്ന് മാത്രമല്ല, അവിടെയുള്ള കൈറോപ്പതി ഡോക്ടേഴ്സ് അവരൊക്കെ ഇതുപോലെ തന്നെയാണ്, 8 കൊല്ലം പഠിച്ചിട്ടാണ്. നാച്ചുറോപ്പത്സ് 8 കൊല്ലം പഠിച്ചിട്ടാണ് അവർ ഡോക്ടറാണത്. അവിടെ ഷോർട്ട് കട്ട് ഇല്ല. മറ്റൊന്ന്, ഞാനൊരു റീസെന്റ് ഒരു ഡോക്ടറെ പരിചയപ്പെട്ടപ്പോ അവരൊരു MD ഡോക്ടറാണ്, MBBS MD, ഒരു അലോപ്പതി ഡോക്ടറാണ്. പക്ഷെ അവര് ക്യാൻസറിന് ഒരു ഹോമിയോപ്പതി മരുന്ന് കൊടുക്കുന്നു. ഹൗ ഇറ്റ് ഈസ് പോസിബിൾ? ഫോറിൻ കൺട്രീസിൽ അങ്ങനെ കൊടുക്കാറുണ്ടോ? എങ്ങനെയാണ് ഒരു ഇംഗ്ലീഷ് ഡോക്ടർക്ക് ഒരു ഹോമിയോപ്പതി മരുന്ന് കൊടുക്കാൻ പറ്റുക? യഥാർത്ഥത്തില് ഇപ്പോ ഇന്ത്യയിലും നേരത്തെ കഴിഞ്ഞ 30-35 വർഷമായിട്ട് യൂറോപ്പിലും വളരെ പ്രബലമാണ് ഹോമിയോ മരുന്നുകൾ, ഇഞ്ചക്റ്റബിൾ ഹോമിയോ മരുന്നുകൾ ഉപയോഗിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ, എസ്പെഷ്യലി ക്യാൻസർ ട്രീറ്റ്മെന്റ് പോലെ. അവിടെ വിസ്കം ആൽബം എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്, പിന്നെ മിസിൽറ്റോ എന്ന് പറയുന്ന സാധനം. അത് വളരെ വ്യാപകമായി അലോപ്പതി ഡോക്ടർമാര് അവിടെ ഉപയോഗിക്കുന്നുണ്ട്. അവർക്ക് ചെറിയൊരു ഷോർട്ട് ഇന്റഗ്രേറ്റീവ് മെഡിസിൻ കോഴ്സ് അവിടെ ലഭ്യമാണ്. യൂറോപ്പിൽ പലയിടത്തും ഇന്റഗ്രേറ്റീവ് ഹോമിയോപ്പതി അലോപ്പതിക്കാർക്ക്, ഇപ്പം ജർമ്മനിയിലാണെങ്കിലും മറ്റേ യൂറോപ്പിലാണെങ്കിലും പല സ്ഥലങ്ങളിലും ഹോമിയോപ്പതിയുടെ ഇത് പഠിച്ചിട്ടുള്ള ഒരുപാട് അലോപ്പതി ഡോക്ടർമാർ ഹോമിയോപ്പതി അവിടെ മുഴുവൻ സമയത്ത് പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്, അല്ലാത്തവരുമുണ്ട്, അലോപ്പതിയിലൂടെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട്. ഇവിടെ ഇന്ത്യയില് ഇന്റഗ്രേറ്റീവ് ഹോമിയോപ്പതി പഠിപ്പിക്കുന്ന, മെഡിസിൻ പഠിപ്പിക്കുന്ന, ഇന്റഗ്രേറ്റീവ് ക്യാൻസർ തെറാപ്പി പഠിപ്പിക്കുന്ന കോഴ്സുകളുണ്ട്. പിന്നെ ആ കോഴ്സുകളിൽ നമ്മൾക്ക് ഇഞ്ചക്റ്റബിൾ ഹോമിയോപ്പതി എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഏരിയ അവർക്ക് പഠിക്കണം ഈ ഇന്റഗ്രേറ്റീവില്. അതിൽ 8-9 ഇഞ്ചക്റ്റബിൾ ഹോമിയോപ്പതിക് മെഡിസിൻസ് ഈ ക്യാൻസർ പോലുള്ള ട്രീറ്റ്മെന്റിൽ യൂസ് ചെയ്യുന്നുണ്ട്. അത് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റൽ മുംബൈയിൽ യൂസ് ചെയ്യുന്നുണ്ട്. പലരും അലോപ്പതി ഡോക്ടർമാരാണ് ഇവിടെ അത് യൂസ് ചെയ്യുന്നത്. എൻ്റെ തന്നെ ഒരുപാട് കൂട്ടുകാർ, നമ്മുടെ ഈ ഫങ്ഷൻ മെഡിസിൻ എക്കോസിസ്റ്റത്തിൽ വലിയ ശതമാനം അലോപ്പതി ഡോക്ടർമാരാണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് ഇന്ത്യയിലൊക്കെ എൻ്റെ കൂടെ ഫെലോഷിപ്പ് ചെയ്ത ആളുകളൊക്കെ വലിയ ശതമാനം അലോപ്പതി ഡോക്ടർമാരാണ്. അവരൊക്കെ ഫങ്ഷണൽ മെഡിസിനെയും അല്ലെങ്കിൽ മറ്റ് ഹോളിസ്റ്റിക് മെഡിസിനെ, ഹോമിയോപ്പതിയെ പോലുള്ള സംഭവങ്ങളെ വലിയ വിശാലമായ കാഴ്ചപ്പാടോടെ ഉൾക്കൊള്ളലോടുള്ള കാണുന്ന ആളുകളാണ്. നല്ല ഉൾക്കൊള്ളലുള്ള, വളരെ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ആളുകളാണ് അവരൊക്കെ. അപ്പൊ സ്വാഭാവികമായിട്ടും താങ്കൾ പറഞ്ഞ ആ യൂറോപ്പിലൊക്കെ ഉള്ള ഇത് വളരെ പ്രബലമായ സംഭവം യഥാർത്ഥത്തിൽ ഇവിടെയുള്ള ഹോമിയോക്കാർക്ക് ഈ കഥയൊന്നും അറിയില്ല എന്നുള്ളതാണ് വേറൊരു തമാശ. അവിടെ ഇഞ്ചക്റ്റബിൾ ഹോമിയോപ്പതി ഉണ്ട് എന്നും അത്തരം സാധനങ്ങൾ അലോപ്പതിക്കാരോട് ഉപയോഗിക്കുന്നതെന്ന് അറിയാത്ത ആളുകൾ നമ്മുടെ കേരളത്തിൽ ഒരുപാടുണ്ട് എന്നുള്ളതാണ് എൻ്റെ അനുഭവം. അപ്പം യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ഒരു ഇന്റഗ്രേഷൻ ലോകത്ത് നടക്കുന്നുണ്ട്. 10-35 വർഷമായിട്ട് ഇഞ്ചക്റ്റബിൾ ഹോമിയോപ്പതി ഉപയോഗിച്ചിട്ടുള്ള ഇസ്കഡോർ തെറാപ്പി പോലുള്ള തെറാപ്പി, ക്യാൻസർ ട്രീറ്റ്മെന്റ് അവിടെ നടക്കുന്നുണ്ട്. യെസ്, താങ്ക് യു സോ മച്ച്.
സോ അതിന്റെ അർത്ഥം ഈവൻ ഡോക്ടറും പല മോഡേൺ മെഡിസിന്റെ ടൂളുകളായ ഓസോണും മറ്റേതും കീലേഷനും ഒക്കെ ഡോക്ടറും ഉപയോഗിക്കുന്നുണ്ട്. യെസ് യെസ് ഓർ നോ? യെസ്. യെസ് അപ്പോ യെസ് യെസ് ഇത് നമ്മള് ഏതൊരു ടീമിന്റെ അടുത്ത് മനുഷ്യനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോട്ടോകോൾ ഉണ്ടെങ്കിൽ നമ്മളത് എംബ്രേസ് ചെയ്യുക എന്നുള്ളതാണ്. എക്സാക്ട്ലി. അല്ലെ? അതെ അതെ. യെസ്. അപ്പൊ അതാണ് അത് ആ integration ഡോക്ടർ കൂടുതൽ. ഇംഗ്ലീഷ് ഡോക്ടറാണോ, ഹോമിയോ ആണോ, ആയുർവേദമാണോ, Yeah. യുനാനിയാണോ, ഇതൊക്കെ അതെ. നോക്കുന്നതിലുപരി അവിടെ ആ ഡോക്ടർക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റുമെങ്കിൽ ഉം. ആ റിസൾട്ട് ആണ് നിങ്ങൾ നോക്കേണ്ടത്. അവരുടെ ഡിഗ്രികൾ വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളതാണ്. അല്ല, അതെ. ഒരു കാര്യം കൂടി ബെസ്റ്റ് ഒന്ന് ചുരുക്കി പറയാം. ഇവിടെ ഇന്ത്യയിൽ ഒരു ഇന്ത്യയിൽ നല്ല ലോകത്തെ പല ഭാഗങ്ങളിലും ഓസോൺ ട്രീറ്റ്മെന്റിന്റെ വലിയൊരു മുന്നേറ്റം നടക്കുകയാണ്. ഓസോൺ ഫോറം ഇന്ത്യ വലിയ ലോകത്തെ ഏറ്റവും ശക്തമായ ഒരു ഗ്രൂപ്പാണ് ഇന്ത്യയിലത്തെ ഗ്രൂപ്പ്. പിന്നെ ഓസോൺ ഫോറം ഇന്ത്യ നിയന്ത്രിക്കുന്നതും ലീഡ് ചെയ്യുന്നതും 2 ഹോമിയോ ഡോക്ടർമാരാണ്. ഓരോ വർഷവും 100 കണക്കിന് അലോപ്പതി സൂപ്പർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ ഈ 2 ഡോക്ടർമാർ ട്രെയിൻ ചെയ്യുന്നു. എങ്ങനെ ഇഞ്ചക്ട് ചെയ്യണം, എങ്ങനെ ഓസോൺ സിറിഞ്ച് ഉപയോഗിക്കണം, എങ്ങനെ ഓട്ടോ ഹീമോ തെറാപ്പി ചെയ്യണം, എങ്ങനെ ഇൻട്രോ ആർട്ടിക്കുലർ ഇഞ്ചക്ഷൻ ചെയ്യണം ഓസോൺ ഉപയോഗിച്ചിട്ട്. ഇതൊക്കെ പഠിപ്പിക്കുന്നത് 2 ഹോമിയോ ഡോക്ടർമാരാണ്. അവിടെ പഠിക്കാൻ വരുന്നത് പിന്നെ അലോപ്പതി വലിയ ശതമാനം ഒരു 60 to 70% അലോപ്പതി ഡോക്ടർമാരാണ് ഓസോൺ പഠിക്കാൻ വരുന്നത്. പലരും സൂപ്പർ സ്പെഷ്യലിസ്റ്റുകളാണ്. പക്ഷെ അവരൊക്കെ ആ തടവറയിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ്. ഗുഹയിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകളെ കുറിച്ച് നമ്മൾ പറയാറില്ലേ? തടവറയിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകളാണ്. അത് വലിയൊരു സന്തോഷമാണ്. അലോപ്പതിയുടെ ഭാഗത്ത് നിന്ന് വലിയൊരു മാറ്റം ഇന്ന് പുതിയ തലമുറയിൽ അല്ലെങ്കിൽ പഴയ തലമുറയിൽ തന്നെ പല ആളുകളും ഉണ്ട്. അതുപോലെ ഈ പറയുന്ന ഫങ്ഷൻ മെഡിസിന്റെ ഒക്കെ ലീഡർഷിപ്പിൽ ഇന്ത്യയിൽ പ്രത്യേകിച്ച് പലരും ഉള്ളത് അലോപ്പതി ഡോക്ടർമാർ തന്നെയാണ്. അവർ വലിയ ഒരു സേവനമാണ് ഈ ഭാഗത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യെസ്. വെരി ഗുഡ്. താങ്ക് യു.